നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. അയ്യേ, നാണക്കേട്! നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ, കുറച്ചുകൂടി മാന്യതയും മര്യാദയും കാണിച്ചുകൂടെ? പശ്ചിമ ബംഗാളിൽ സാമാന്യ ജനങ്ങളും ചോദിക്കുകയാണ്. കാരണം എന്തെന്നല്ലേ? മുഖ്യമന്ത്രി മമതാ ബാനർജി ഫോൺ മോഷ്ടിച്ചെന്ന് കോടതിയിൽ വാദം. ഹർജി സുപ്രീം കോടതിയിലാണ് കേട്ടോ. കോടതിയും അമ്പരന്നു. പറയുന്നത് സാധാരണക്കാരല്ല, സമയം പോക്കാൻ കോടതികളിൽ ഹർജിയുമായി വരുന്ന ശല്യക്കാരായ വ്യവഹാരികളുമല്ല, സാക്ഷാൽ ഇഡിയാണ്. ഇഡി എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, വിശ്വസനീയമായ കുറ്റാന്വേഷണ ഏജൻസി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരും മുമ്പ് പൊതുവെ നോക്കുമ്പോൾ ചില മുഖ്യമന്ത്രിമാർക്ക് എന്തോ പറ്റിയിട്ടല്ലേ എന്ന് സംശയിക്കണം. നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ നോക്കൂ. കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെയും കൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യാഗ്രഹമിരുന്നു. നിരാഹാരമൊന്നുമല്ലായിരുന്നു കേട്ടോ. പ്രായവും ആരോഗ്യവും നോക്കിയാണ് കളി. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ആയിരുന്നു സത്യാഗ്രഹം. പക്ഷേ തിരുവനന്തപുരത്തായിരുന്നു. അതൊക്കെ സഖാവായിരുന്ന അച്യുതാനന്ദനെ കണ്ടുപഠിക്കണം. സമരത്തിലായാലും യുക്തിയും ആത്മാർത്ഥതയും കാണിച്ചിരുന്നു. BJP നേതാവ് അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഒരു കേന്ദ്ര വിരുദ്ധ സമരം നടത്തി. അത് ഡൽഹിയിൽ പോയിട്ടായിരുന്നു. അതാണ് രണ്ടുപേരും സഖാക്കളാണേലും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ കേരള മുഖ്യന്റെ സമരം എത്ര പൊള്ളയായിരുന്നുവെന്ന് നോക്കണേ. പിണറായിയുടെ സത്യാഗ്രഹത്തിന് പിന്നാലെ കേന്ദ്രത്തിലെ മോദി സർക്കാർ കേരളത്തിനോട് കൈക്കൊള്ളുന്ന സമീപനം, സാമ്പത്തിക സഹായം തുടങ്ങിയവ വിവരിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, പിണറായി നുണ പറയുകയാണ് എന്ന്. കോടതിയിലല്ല, ജനകീയ കോടതിയിലായിരുന്നു പ്രസ്താവന. അതായത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മോഷ്ടാവാണെന്ന് ED കോടതിയിൽ പറയുന്നു. കേരള മുഖ്യമന്ത്രി നുണയനാണെന്ന് തെളിവുകൾ സഹിതം ഒരു നേതാവ് ജനകീയ കോടതിയിൽ പറയുന്നു. ആരും ചിന്തിച്ചു പോകും, അയ്യേ, നമ്മുടെ മുഖ്യമന്ത്രിമാർക്ക് എന്തു പറ്റിയെന്ന്. മമതാ ബാനർജി മോഷ്ടിച്ചത് എന്താണെന്നോ? മൊബൈൽ ഫോൺ. അവർക്കതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ വിവരിക്കേണ്ടി വരും. ബംഗാൾ സർക്കാരിന്റെ സഹായത്തിൽ പല മന്ത്രിമാരുടെയും ബിനാമി സഹകരണത്തിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ സ്ഥാപനമാണ് ഐപാക്. അവർ ചെയ്യുന്നത് വിവരശേഖരണവും വിതരണവുമാണ് എന്നാണ് പറച്ചിൽ. എന്നല്ല, അത് ചെയ്യുന്നുമുണ്ട്. ബംഗാൾ സർക്കാരിന്റെ ഈ തരത്തിലുള്ള സകല ഇടപാടുകളും രാഷ്ട്രീയ രഹസ്യ നീക്കങ്ങളും ഈ സ്വകാര്യ ഏജൻസി വഴിയാണ്. പക്ഷേ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള സഹസ്ഥാപകൻ പ്രതീഷ് ജെയിനിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ അഴിമതി കണ്ടെത്തി. കൽക്കരി ഖനി ലേല ഇടപാടിൽ പ്രതീഷ് ജെയിൻ നടത്തിയ കള്ളനീക്കങ്ങൾ ED കണ്ടെത്തി. പ്രതീഷ് ജെയിനിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. സമാനമായ അന്വേഷണം ജെയിനിന്റെ സ്ഥാപനമായ ഐപാക്കിലും നടത്തി. വിവരമറിഞ്ഞ മുഖ്യമന്ത്രി മമതാ ബാനർജി ആദ്യം ചെയ്തത് പാർട്ടി പ്രവർത്തകരെ ഇളക്കിവിട്ടു. അവരെ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾ എന്നാണ് ബംഗാളിലെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ വിളിക്കുന്നത്. പഴയ CPMകാരാണ്. 35 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അന്യം നിന്നപ്പോൾ അവരുടെ ഗുണ്ടകൾ മമതയുടെ പാർട്ടിയിൽ ജോലി നേടിയെന്നാണ് ആക്ഷേപങ്ങൾ പറയപ്പെടുന്നത്. ആദ്യം ഗുണ്ടകളും പിന്നാലെ മുഖ്യമന്ത്രി മമത പോലീസിൽ രാജീവ് കുമാറിനെയും കൂട്ടി നേരിട്ടെത്തി ED ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഉദ്യോഗസ്ഥരെ തടയുന്നത് വലിയ കുറ്റമാണ്. അത് ചെയ്തത് മുഖ്യമന്ത്രിയും നിയമം പാലിക്കാൻ സഹായിക്കേണ്ട പോലീസ് തലവനുമാണ്. പോരാഞ്ഞ് ED ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണും മുഖ്യമന്ത്രി മോഷ്ടിച്ചു കൊണ്ടുപോയി. ചിരിക്കരുത്. സ്കൂൾ കുട്ടികൾ റബ്ബറും കുട്ടിപ്പെൻസിലും മോഷ്ടിക്കും പോലെയല്ലേ ഇത്? എന്തായാലും സംഗതി സുപ്രീം കോടതി ഗൗരവമായി എടുത്തിട്ടുണ്ട്. മമതയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബഹളം വെച്ചതിനെ തുടർന്ന് കൊൽക്കത്ത ഹൈക്കോടതി നിർത്തിവെച്ച സംഭവവും സുപ്രീം കോടതി ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്രയും വിപുൽ പഞ്ചോളിയും എടുത്തു പറയുകയും ചെയ്തു. അങ്ങനെ റിബൽ, വിപ്ലവകാരി, ക്ഷുഭിത, പ്രക്ഷോഭകാരി തുടങ്ങിയ വിശേഷണങ്ങൾക്കൊപ്പം മോഷ്ടാവ് എന്ന പേരുകൂടി മമതയ്ക്ക് കിട്ടി. കേരള മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നില്ല, സാമ്പത്തികമായി ഞെരുക്കുന്നു, തൊഴിലുറപ്പ് പദ്ധതി നിർത്തുന്നു എന്നൊക്കെ ആയിരുന്നു. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു. കോൺഗ്രസ് സർക്കാർ കേന്ദ്രം ഭരിച്ച 10 വർഷം കേരളത്തിന് കൊടുത്തതിന്റെ 4 ഇരട്ടി തുക എന്ന് പറഞ്ഞാൽ 1.7 ലക്ഷം കോടി രൂപ മോദി സർക്കാർ കൊടുത്തു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ കേരളത്തിൽ നടത്തിയിരുന്നത് കള്ളത്തരങ്ങളായിരുന്നു. 14% തൊഴിലാളി കാർഡുകൾ ഇല്ലാത്തവരുടെ കള്ളപ്പേരിൽ ഉണ്ടാക്കിയെടുത്തതാണ്. 1000 കോടിയിലേറെ രൂപയുടെ അഴിമതി കേരളം നടത്തിയിട്ടുണ്ട്.
കണക്ക് കൊടുക്കാത്തതിനാലാണ് കേന്ദ്രം പണം കൊടുക്കാത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പച്ച നുണയാണ്. ഠിം ദേ കിടക്കുന്നു. ഒരു സത്യാഗ്രഹത്തിന്റെ പിറകിലെ കള്ളക്കളികളെല്ലാം പൊളിഞ്ഞു. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സത്യാഗ്രഹം സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ ഭാഗമായിരുന്നു. പിണറായിയുടെ സത്യാഗ്രഹം കാരാഗ്രഹ പരീക്ഷണമായിരുന്നുവെന്ന് പറയാൻ പഴയ ലോനപ്പൻ നമ്പാടൻ ജീവിച്ചിരിപ്പില്ലല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് ഇങ്ങനെയൊക്കെ? നാണമാകില്ലേ? രാഷ്ട്രീയമാണെങ്കിലും ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ സ്കൂൾ കുട്ടികളാണ്. അവർ നേരിട്ട് കേട്ടതല്ലേ സ്കൂൾ കലോത്സവ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞതൊക്കെ. കലയിൽ ജാതിയും മതവും കലാപവും ഒക്കെ കൂടി പറഞ്ഞ് കലഹമുണ്ടാക്കാൻ പുറപ്പെട്ടത് കുട്ടികളോട് സംവദിക്കുന്നതും അവരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയെന്നും അവർക്കിപ്പോൾ മാതൃകാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മോദിയുടെ പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാൻ ഈ വർഷം ഇന്ന് വരെ 4,50,13,379 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സർവകലാ റെക്കോർഡ്. അപ്പോഴാണ് അവർക്ക് മുമ്പിൽ പറയരുതാത്ത ജാതി മത കഥകൾ വിളമ്പിയത്. എന്നാൽ മോദിയുടെ മന്ത്രിസഭയിലെ മന്ത്രി സുരേഷ് ഗോപി തുടർന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ശരിയാണ്, ആരും ചോദിച്ചു പോകും എന്തുപറ്റി നമ്മുടെ ചില മുഖ്യമന്ത്രിമാർക്ക് എന്ന്. കർണാടകത്തിലെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസേര പോകാതിരിക്കാൻ പറയുന്ന കള്ളങ്ങൾ, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ രാഷ്ട്രീയ കളികൾ എല്ലാം ഉയർത്തുന്ന ചോദ്യം അത് തന്നെ. ഇവർക്കൊക്കെ എന്തു പറ്റി? അയ്യേ, നാണമില്ലേ?